യൂറോപ്യൻ വൻകരയിൽ നിന്നും ഏറെ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അനന്തമായ നീലിമയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് മഡൈറ. പോർച്ചുഗലിന്റെ അധീനതയിലുള്ള ദ്വീപ് പ്രകൃതി സൗന്ദര്യം കൊണ്ട് സ്വർഗത്തിന് തുല്യമാണെങ്കിലും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം അത്ര മനോഹരമായിരുന്നില്ല. പരുക്കൻ കുന്നുകളും ഇടുങ്ങിയ തെരുവുകളും നിറഞ്ഞ മഡൈറയിലെ ജനങ്ങൾക്ക് കപ്പലോട്ടക്കാരുടെയും മീൻപിടുത്തക്കാരുടെയും പരമ്പരാഗത പൈതൃകമായിരുന്നു ഉണ്ടായിരുന്നത്. പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ പ്രൗഢിയൊന്നും ദ്വീപിലെ ദരിദ്രമായ ചേരികളെ സ്പർശിച്ചിരുന്നില്ല. 1970കളുടെ തുടക്കം പോർച്ചുഗലിന്റെ ചരിത്രത്തിൽ കരിനിഴൽ വീണ കാലഘട്ടമായിരുന്നു. അന്റോണിയോ സലാസർ എന്ന സ്വേച്ഛാധിപതിയുടെ എസ്റ്റാഡോ നോവോ ഭരണകൂടം രാജ്യത്തെ ഇരുമ്പുമറയ്ക്കുള്ളിൽ വരിഞ്ഞു മുറുക്കിയിരുന്നു. കടുത്ത സാമ്പത്തിക മാന്ദ്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള വിലക്കുകളും പട്ടിണിയും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. ഇതിനെല്ലാം പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള കോളനികളായ അങ്കോളയിലും മൊസാംബിക്കിലും പോർച്ചുഗൽ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമയം കൂടിയായിരുന്നു അത്. സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട ആഫ്രിക്കൻ വിമതരെ അടിച്ചമർത്താൻ പോർച്ചുഗീസ് ഭരണകൂടം രാജ്യത്തെ യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിനയച്ചു. മഡൈറയിലെ ദരിദ്ര യുവാക്കൾക്കും ആ വിധിയിൽ നിന്നൊഴിവില്ലായിരുന്നു. ആ യുവാക്കളുടെ കൂട്ടത്തിൽ ജോസ് ഡിനിസ് അവീറോ എന്നൊരു ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ആഫ്രിക്കയിലെ അങ്കോളയിലെ യുദ്ധഭൂമിയിലേക്ക് അയാൾക്ക് പോകേണ്ടി വന്നു. മാസങ്ങൾ നീണ്ട യുദ്ധം. ചോരയും മരണവും രോഗങ്ങളും മാത്രം നിറഞ്ഞ ആഫ്രിക്കൻ കാടുകളിലെ പോരാട്ടം ഡിനിസിന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടി. വർഷങ്ങൾക്ക് ശേഷം അങ്കോളയിൽ നിന്നും മഡൈറയിലേക്ക് മടങ്ങിയെത്തിയ ഡിനിസ് പഴയ ആ ഊർജ്ജസ്വലനായ യുവാവായിരുന്നില്ല. മറിച്ച് യുദ്ധത്തിന്റെ ഭീകരതകൾ ഏൽപ്പിച്ച കനത്ത മാനസികാഘാതത്തിൽ തളർന്നുപോയ ഒരു മനുഷ്യനായിരുന്നു. ആ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനായി അയാൾ പതിയെ മദ്യത്തിന്റെ ലോകത്ത് അഭയം പ്രാപിച്ചു. ഈ അസ്ഥിരതകൾക്കും ദാരിദ്ര്യത്തിനും നടുവിലാണ് മരിയ ഡോളോറസ് എന്ന പെൺകുട്ടിയുമായി ഡിനിസ് ജീവിതം തുടങ്ങുന്നത്. 5 വയസ്സിൽ അമ്മ മരിച്ച കടുത്ത ദാരിദ്ര്യത്തിൽ വളർന്ന ഡോളോറസിന് ജീവിതം ഒരു നിരന്തര പോരാട്ടമായിരുന്നു. 1974 പോർച്ചുഗലിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ കാർണേഷൻ വിപ്ലവം സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിച്ചെങ്കിലും മഡൈറയിലെ സാധാരണക്കാരുടെ പട്ടിണിക്ക് അത് പെട്ടെന്നൊരു പരിഹാരമായില്ല. വിപ്ലവാനന്തര പോർച്ചുഗലിന്റെ സാമ്പത്തിക തകർച്ചയുടെ കാലത്ത് തങ്ങളുടെ കുടുംബം പോറ്റാൻ ആ ദമ്പതികൾ ശരിക്കും പാടുപെട്ടു. ഡിനിസ് മദ്യത്തിനടിമയായി മാറിക്കൊണ്ടിരുന്നപ്പോൾ വീടുകളിൽ പാചകക്കാരിയായും ക്ലീനിംഗ് തൊഴിലാളിയായും ജോലി ചെയ്താണ് ഡോളോറസ് ആ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയത്. ഇതിനകം തന്നെ ഡോളോറസ് ഡിനിസ് ദമ്പതികൾക്ക് എൽമ, ഹ്യൂഗോ, കാറ്റിയ എന്നീ 3 മക്കളുണ്ടായിരുന്നു. വീട്ടുജോലികൾ ചെയ്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൂട്ടിവെച്ചാണ് ഡോളോറസ് മക്കളുടെ വിശപ്പടക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ 1984 ഡോളോറസ് വീണ്ടും ഗർഭിണിയായി. ഒരു കുഞ്ഞിനെ കൂടി പോറ്റാനുള്ള വക ആ ദരിദ്ര കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. മദ്യപാനിയായ ഭർത്താവിനോട് ഈ വിവരം പറയാൻ പോലും അവർ ഭയന്നു. ഗർഭഛിദ്രം ചെയ്യുക എന്നതായിരുന്നു അവർ കണ്ട ഒരേ ഒരു വഴി. അവർ ഡോക്ടറെ സമീപിച്ച് ഗർഭമലസിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ ഡോക്ടർ ആവശ്യം നിരസിച്ചു. നിരാശയായ ഡൊളോറസ്
നാട്ടുകാരുടെ ഉപദേശപ്രകാരം ചൂടുള്ള കടുത്ത ബിയർ കുടിച്ച് ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ആ കുഞ്ഞ് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ലോക ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തി എഴുതാനുള്ള നിയോഗം ആ ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങി. 1985 ഫെബ്രുവരി 5 മെഡേറ ദ്വീപിന്റെ തലസ്ഥാനമായ ഫഞ്ചാലിലെ ഹോസ്പിറ്റൽ ഡോക്ടർ നെലിയോ മെൻഡോൺസ എന്ന സർക്കാർ ആശുപത്രിയിൽ വച്ച് മരിയ ഡൊളോറസ് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അമേരിക്കൻ പ്രസിഡന്റും മുൻ ഹോളിവുഡ് നടനുമായ റൊണാൾഡ് റീഗന്റെ വലിയ ആരാധകനായിരുന്നു പിതാവ് ഡിനിസ് അവീറോ. താനേറെ ആരാധിക്കുന്ന ആ പ്രസിഡന്റിന്റെ പേരിൽ നിന്ന് ഡിനിസ് തന്റെ ഇളയ മകന് ഒരു പേര് കണ്ടെത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവീറോ. പരുക്കൻ കുന്നിൻ ചെരുവിലെ ആ കൊച്ചുവീട്ടിൽ വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുമ്പോൾ മഴവെള്ളം വീഴാതിരിക്കാൻ പാത്രങ്ങൾ വെച്ചവൻ സഹോദരങ്ങൾക്കൊപ്പം തറയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. അമ്മയുടെ കഷ്ടപ്പാടുകൾ അവനെ വല്ലാതെ നോവിച്ചു. മെഡൈറയിലെ തന്റെ വീടിനടുത്തുള്ള എസ്കോള ബാസിക്ക ഈ സെക്കൻഡേറിയ ഗോൺസാൽവസ് സർക്കോ എന്ന വിദ്യാലയത്തിലാണ് അവൻ ആദ്യമായി സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ചേരുന്നത്. എന്നാൽ ക്ലാസ്സിലിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ ജനാലയിലൂടെ പുറത്തെ ഗ്രൗണ്ടിലേക്കായിരുന്നു നീണ്ടിരുന്നത്. ഗൃഹപാഠങ്ങൾ പോലും ചെയ്യാതെ പുസ്തകങ്ങൾ മാറ്റിവച്ചവൻ അച്ഛനൊപ്പം പന്ത് കളിക്കാൻ ഓടിപ്പോകുമായിരുന്നു. അവന്റെ അച്ഛൻ ജോസ് ഡിനിസ് അവീറോയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ വെറുമൊരു കളി മാത്രമായിരുന്നില്ല. ജീവിതത്തിന്റെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായിരുന്നു. ആഫ്രിക്കയിലെ യുദ്ധഭൂമിയിൽ നിന്നും മാനസികമായി തകർന്നു മടങ്ങിയ ഡിനിസിന് മദ്യക്കുപ്പികൾക്കൊപ്പം തന്നെ തന്റെ സങ്കടങ്ങൾ മറക്കാനുള്ള ഒരിടമായിരുന്നു CF ആൻഡോറിഞ്ഞ എന്ന പ്രാദേശിക ഫുട്ബോൾ ക്ലബ്. കളിക്കാരുടെ ജേഴ്സികൾ അലക്കലും ബൂട്ട് പോളിഷ് ചെയ്യലും മൈതാനത്തെ പുല്ല് വെട്ടിയൊതുക്കലുമായി അവിടുത്തെ ഒരു കിറ്റ്മാനായി ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. അച്ഛനു കൂട്ടിനായി ആ ഗ്രൗണ്ടിലെത്തുന്ന ക്രിസ്ത്യാനോയ്ക്ക് ഫുട്ബോളിന്റെ ആദ്യത്തെ പാഠങ്ങൾ പകർന്നു നൽകിയത് പിതാവ് തന്നെയായിരുന്നു. വീട്ടിലെ പട്ടിണിയും അച്ഛന്റെ അമിതമായ മദ്യപാനശീലവും പലപ്പോഴും അവർക്കിടയിൽ വലിയൊരകലം സൃഷ്ടിച്ചിരുന്നെങ്കിലും ആ അച്ഛനെയും മകനെയും പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഒരേ ഒരു കണ്ണി ആ തുകൽ പന്തായിരുന്നു. അച്ഛൻ ജോലി ചെയ്യുന്ന CF ആൻഡോറിഞ്ഞയിൽ 8-ാം വയസ്സിലാണ് ക്രിസ്ത്യാനോ ആദ്യമായി പ്രൊഫഷണൽ പരിശീലനത്തിനിറങ്ങുന്നത്. ദാരിദ്ര്യം കാരണം പഴയതും കീറിയതുമായ ഷൂസുകളിട്ടായിരുന്നു അവൻ കളിക്കാനെത്തിയിരുന്നത്. മറ്റു കുട്ടികൾ വില കൂടിയ ബൂട്ടുകൾ അണിഞ്ഞ് ഗ്രൗണ്ടിൽ വരുമ്പോൾ അവിടെ പുല്ലുവെട്ടുകയും ജേഴ്സി അലക്കുകയും ചെയ്യുന്ന അച്ഛന്റെ പേരിൽ അവനെ പലരും പരിഹസിച്ചു. കളിക്കളത്തിൽ തോൽവി നേരിടുമ്പോഴും തനിക്ക് സഹതാരങ്ങൾ പാസ് നൽകാതിരിക്കുമ്പോഴും ഗ്രൗണ്ടിലിരുന്ന് കരയുന്ന അവനെ കൂട്ടുകാർ ക്രൈ ബേബി എന്ന് വിളിച്ചു കളിയാക്കി. എന്നാൽ ആ പരിഹാസങ്ങൾക്കൊക്കെ അവൻ മറുപടി നൽകിയത് തന്റെ പ്രതിഭ കൊണ്ടായിരുന്നു. ഗ്രൗണ്ടിലിറങ്ങിയാൽ വിശ്രമമില്ലാതെ ഒരു തേനീച്ചയെപ്പോലെ പാറി നടക്കുന്ന അവനെ അവർ പിന്നീട് ലിറ്റിൽ ബി എന്നും വിളിച്ചു തുടങ്ങി. പകൽ മുഴുവൻ നീളുന്ന പരിശീലനങ്ങൾക്ക് ശേഷവും രാത്രികളിൽ തെരുവ് വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ മണിക്കൂറുകളോളം ഒറ്റയ്ക്ക് പന്തുമായി പരിശീലനം നടത്തി. ആ അസാമാന്യ പ്രതിഭ മഡേറ ദ്വീപിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. CF ആൻഡോറിഞ്ഞയിൽ നിന്നും മഡേറയിലെ വലിയ ക്ലബ്ബായ നാഷണലിലേക്ക് അവൻ മാറി. അവിടെ കാഴ്ചവെച്ച മികച്ച പ്രകടനങ്ങളെ തുടർന്ന് 12-ാം വയസ്സിൽ പോർച്ചുഗലിലെ വമ്പൻ ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ മാനേജ്മെന്റ് റൊണാൾഡോയെ തേടിയെത്തി. അപ്പോഴേക്കും തന്റെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്നും
കുടുംബത്തെ രക്ഷിക്കാൻ തനിക്ക് മുന്നിലുള്ള ഒരേയൊരു ആയുധം ഫുട്ബോൾ മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1997 തന്റെ 12ാം വയസ്സിൽ വിതുമ്പുന്ന ഹൃദയവുമായാണ് ക്രിസ്ത്യാനോ ലിസ്ബണിലേക്ക് വണ്ടി കയറിയത്. ഒരു ഭാഗത്ത് ഫുട്ബോൾ ആവേശവും മറുഭാഗത്ത് തന്റെ കുടുംബത്തെ പിരിയുന്നതിലുള്ള വേദനയും അവനെ വല്ലാതെ അലട്ടി. അക്കാഡമിയിലെ അപരിചിതമായ ചുറ്റുപാടുകളിൽ അവൻ വല്ലാതെ ഒറ്റപ്പെട്ടു. അന്തർമുഖനായിരുന്നില്ലെങ്കിലും ലിസ്ബണിലെ ആ പുതിയ ചുറ്റുപാടുകൾ അവനെ വല്ലാതെ ഏകാകിയാക്കി. തലസ്ഥാന നഗരിയിലെ പരിഷ്കാരികളായ കുട്ടികൾക്കിടയിൽ മഡെയ്റയിലെ പ്രത്യേകതരം സംസാര ശൈലി അവനെ തികച്ചും അപരിചിതനാക്കി മാറ്റി. സംസാരിക്കാൻ വായ തുറക്കുമ്പോഴെല്ലാം മറ്റു കുട്ടികൾ അവനെ കളിയാക്കുന്നത് പതിവായി. അത് കാരണം പലപ്പോഴും ആരോടും അധികം സംസാരിക്കാതെ ഹോസ്റ്റൽ മുറിയുടെ ഇരുളിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. എല്ലാവരുമായി എളുപ്പത്തിൽ സൗഹൃദത്തിലാകുന്ന സ്വഭാവമായിരുന്നില്ല അവന്റേത്. എന്നാൽ പരിഹാസങ്ങൾക്ക് മുൻപിൽ നിശബ്ദനായി തലകുനിക്കുന്ന പ്രകൃതക്കാരനുമായിരുന്നില്ല റൊണാൾഡോ. പെട്ടെന്ന് ദേഷ്യം വരുന്ന, സ്വന്തം ആത്മാഭിമാനത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കൗമാരക്കാരനായിരുന്നു അവൻ. തന്നെ കളിയാക്കിയ മുതിർന്ന കുട്ടികളോട് പോലും അവൻ ദേഷ്യത്തോടെ തിരിച്ചടിച്ചു. പക്ഷേ ഫുട്ബോൾ മൈതാനത്ത് അവൻ തികച്ചും മറ്റൊരു വ്യക്തിയായിരുന്നു. അവിടെ അവൻ ഒട്ടും അന്തർമുഖനായിരുന്നില്ല. മറിച്ച് അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള, സഹതാരങ്ങളെ മുഴുവൻ ആവേശത്തിലാക്കുന്ന കളിക്കാരനായിരുന്നു. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരമായ ലൂയിസ് ഫിഗോയെ പോലെയുള്ള മാണിക്യങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്ത ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യൂത്ത് അക്കാഡമികളിലൊന്നായിരുന്നു സ്പോർട്ടിങ്ങിന്റേത്. തനിക്ക് കിട്ടിയ അവസരം പൂർണ്ണമായും വിനിയോഗിക്കാനുള്ള അശ്രാന്തമായ പരിശ്രമത്തിലേക്ക് റൊണാൾഡോ കടക്കുകയായി. കഠിനാധ്വാനമാണ് യഥാർത്ഥ വിജയമന്ത്രമെന്നവൻ വളരെ വേഗം തിരിച്ചറിഞ്ഞു. പരിശീലകരുടെ കണ്ണുവെട്ടിച്ച് രാത്രികളിൽ ജിമ്മിൽ ഒളിച്ചു കടന്ന് അവൻ സ്വന്തം ശരീരത്തെ ഉരുക്കുപോലെ വാർത്തെടുക്കാൻ തുടങ്ങി. എന്നാൽ വിധി അവനായി കാത്തുവെച്ച വലിയൊരു പരീക്ഷണം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഗ്രൗണ്ടിലെ കഠിനമായ പരിശീലനങ്ങൾക്ക് ശേഷം വിശ്രമിക്കുമ്പോഴാണ് ക്രിസ്ത്യാനോ ആ മാറ്റം ആദ്യമായി ശ്രദ്ധിച്ചു തുടങ്ങിയത്. വെറുതെയിരിക്കുമ്പോൾ പോലും അവന്റെ നെഞ്ചിടിപ്പ് അസാധാരണമാം വിധം വർദ്ധിച്ചു. നെഞ്ചിനുള്ളിൽ പെരുമ്പറ കൊട്ടുന്നത് പോലെ. പലപ്പോഴും ശ്വാസമെടുക്കാൻ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി. തുടക്കത്തിൽ കഠിനമായ പരിശീലനത്തിന്റെ ഭാഗമായ നെഞ്ചെടുപ്പാകാമത് എന്നവൻ കരുതി. അവൻ വേദന കടിച്ചമർത്തി വീണ്ടും പരിശീലനം തുടർന്നു. എന്നാൽ ശരീരം അവനോട് സഹകരിച്ചില്ല. അവൻ തളർന്നു വീഴാൻ തുടങ്ങി. ഒടുവിൽ സ്പോർട്ടിംഗ് ക്ലബ്ബിലെ മെഡിക്കൽ സംഘം അവനെ വിശദമായ പരിശോധനകൾക്ക് വിധേയനാക്കി. പരിശോധനാ ഫലം വന്നപ്പോൾ ഡോക്ടർമാരുടെ മുഖം മങ്ങി. ആ 15-കാരനെ കാത്തിരുന്നത് ഒരു കൊടിയ ദുരന്തമായിരുന്നു. ടാക്കിക്കാർഡിയ, ഹൃദയമിടിപ്പ് അനിയന്ത്രിതമായി കൂടുന്ന അതീവ അപകടകരമായ രോഗാവസ്ഥ. ഇനിയും ഫുട്ബോൾ മൈതാനത്ത് ആ ഹൃദയം നിലച്ചുപോയേക്കാം. മൈതാനത്ത് വെച്ച് തന്നെ അവൻ കുഴഞ്ഞു വീണ് മരിച്ചേക്കാം. ക്രിസ്ത്യാനോയ്ക്ക് ഇനി ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് വൈദ്യശാസ്ത്രം അന്തിമമായി വിധിയെഴുതി. കടലുകൾക്കപ്പുറം മഡൈറയിലെ ആ ചെറിയ വാടക വീട്ടിലേക്ക് ആ വാർത്തയെത്തുമ്പോൾ
മരിയ ഡൊളോറസ് എന്ന അമ്മയുടെ നെഞ്ചകം പിളരുകയായിരുന്നു. ദാരിദ്ര്യം കാരണം ജനിക്കാൻ പോലും അനുവദിക്കാതെ ഇല്ലാതാക്കാൻ ശ്രമിച്ച, പിന്നീട് സ്വന്തം ജീവനേക്കാളേറെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ തന്റെ ഇളയ മകൻ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ, തന്റെ കണ്ണീരൊപ്പാൻ വലിയൊരു കളിക്കാരനായി അവൻ മാറുന്നത് കാണാൻ കാത്തിരുന്ന ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ വേദന. 2 തീരുമാനങ്ങളാണ് ആ കുടുംബത്തിനു മുന്നിലുണ്ടായിരുന്നത്. ഒന്നുകിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ സ്വപ്നങ്ങളെ എന്നേക്കുമായി കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലായേക്കാവുന്ന വലിയ ശസ്ത്രക്രിയയ്ക്ക് അവനെ വിട്ടുകൊടുക്കുക. സ്പോർട്ടിംഗ് ക്ലബ്ബ് അധികൃതർ ഡൊളോറസിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഹൃദയത്തിലെ തകരാറുള്ള ഞരമ്പുകൾ കരിച്ചു കളയുന്ന സങ്കീർണമായ ഒരു ലേസർ ശസ്ത്രക്രിയ, അതായിരുന്നു അവനെ രക്ഷിക്കാനുള്ള ഏക പോംവഴിയായി ക്ലബ്ബ് അധികൃതർ ആ കുടുംബത്തിന് മുന്നിലേക്ക് വച്ചത്. വിറയ്ക്കുന്ന കൈകളോടെ, നെഞ്ചുരുകുന്ന പ്രാർത്ഥനയോടെ ഡൊളോറസ് ആ ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടഞ്ഞ വാതിലുകൾക്ക് പുറത്ത് വലിയൊരു ഫുട്ബോൾ ഇതിഹാസത്തിന്റെ ജീവനു വേണ്ടി ലോകം കാത്തുനിന്നു.